ഇതൊന്ന് നന്നായിട്ട് പുളിപ്പിച്ചെടുക്കുക. ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ. അത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക, ഒഴിച്ചു കൊടുക്കുക. ചുവട്ടിൽ നമുക്ക് കുറച്ച് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. നമുക്കൊരു അര ഗ്ലാസ് വെച്ച് ഒഴിച്ചു കൊടുക്കുക. വളരെയധികം ബുഷും തിക്കുമായിട്ടുണ്ടോ, ചെറിയ തൈ വരെ നമുക്ക് ബുഷായി വരാൻ തുടങ്ങുന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഇതേപോലെ നല്ല ഭംഗിയിൽ നല്ല ഹെൽത്തായിട്ടുള്ള പ്ലാന്റുകൾ കിട്ടാൻ വേണ്ടിയിട്ട് അഗ്രോണിമാസിൽ നമുക്ക് ഒരുപാട് പ്രോ ടിപ്സുകൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതെന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് ഒന്നൊന്നായിട്ട് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ കട്ടിങ്സ് നട്ടെങ്ങനെയാണ് മുളപ്പിക്കുക, പെട്ടെന്ന് ബുഷാക്കിയിട്ട് പോട്ട് എടുക്കാൻ പറ്റുന്ന ടിപ്സുകളും ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് മെയിനായിട്ട് ചെയ്യുന്ന 2 തെറ്റുകളാണ്. ഒന്ന്, ഇൻഡോർ പ്ലാന്റ് ആണെന്ന് പറഞ്ഞിട്ട് ഇരുടായ സ്ഥലത്ത് വെളിച്ചധികം കിട്ടാത്ത സ്ഥലങ്ങളിൽ നമ്മൾ ഈ ഒരു പ്ലാന്റ് കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ ചെടിയിൽ ബേബി പ്ലാന്റുകൾ വരില്ല, ചെടി നശിച്ചു പോകാനായിട്ടുള്ള സാധ്യത. അപ്പോൾ അമിതമായ രീതിയിൽ നന്നായിട്ട് ബ്രൈറ്റ് ലൈറ്റ് തട്ടുന്നൊരു സ്ഥലത്ത് വേണം അഗ്രോണിമാസ് പ്ലാന്റുകളുടെ പോട്ടുകൾ വെക്കാനായിട്ട്. വീടിൻ്റെ ഉള്ളിലൊക്കെയാണ് വെക്കുന്നതെങ്കിൽ അത് കുറച്ച് ദിവസം പുറത്ത് കൊണ്ട് വെക്കാനും, പുറത്ത് ഒരു 10 ദിവസമെങ്കിലും വെക്കുക, അതിന് ശേഷം ഉള്ളിലേക്ക് വെക്കുക കേട്ടോ. ഇതേപോലത്തെ ചെറിയ തൈകളൊക്കെ ആണെങ്കിൽ കുറച്ച് നന്നായിട്ട് വലുതാവുന്നത് വരെ നല്ല ബ്രൈറ്റ് ലൈറ്റ് തട്ടുന്ന സ്ഥലത്ത് നമ്മൾ വെച്ചതിന് ശേഷം വേണം വീടിൻ്റെ ഉള്ളിലേക്കൊക്കെ വെക്കാനായിട്ട്. അപ്പോൾ കട്ടിങ്സ് നട്ടെടുക്കാൻ വേണ്ടിയിട്ട് പോട്ട് മിക്സ് ആദ്യം നമുക്ക് ഉണ്ടാക്കാം. ഇവിടെ നമ്മൾ പകുതി ഭാഗത്തേക്ക് പോട്ട് മിക്സിലേക്ക് മണലെടുത്തിട്ടുണ്ട്. ബാക്കി പകുതി ഭാഗത്തേക്ക് നമ്മൾ എടുക്കുന്നത് ചാണകപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് തരി കൂടിയ മണലെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിനുശേഷം ചാണകപ്പൊടി നന്നായിട്ട് ഉണങ്ങിയത് നമ്മൾ പൊടിച്ചെടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ പോട്ട് മിക്സ് ഫില്ല് ചെയ്യാനായിട്ട് നമുക്ക് നല്ല ഹോളുകളുള്ള ഒരു പോട്ടാണ് ഇവിടെ എടുക്കേണ്ടതായിട്ടുള്ളത്. ഓവർ വാട്ടറിങ് ഉണ്ടെങ്കിൽ നമുക്ക് ഡ്രെയിൻ ഔട്ടായിട്ട് പോകാൻ വേണ്ടിയിട്ട് വളരെയധികം സഹായിക്കും. ഇതിലേക്ക് പോട്ട് മിക്സ് ഫില്ല് ചെയ്തതിന് ശേഷം നമുക്ക് നട്ടു കൊടുക്കാം. അപ്പോൾ അതിൻ്റെ മുമ്പ് ഒരു കാര്യം പറയട്ടെ, കണ്ടോ, നമുക്ക് ഇതേപോലെ ഓരോരോ സ്റ്റെമ്മൊക്കെയായിട്ട് ഓരോ പ്ലാന്റായിട്ട് നിൽക്കുന്നുണ്ട്. കുറേ കാലമായിട്ടൊന്ന് നന്നായിട്ട് ബുഷാവുന്നില്ലെങ്കിൽ ഇവിടെ കണ്ടോ കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മളൊരു 4-5 ഇല വരുന്ന നോഡുകളോട് വരുന്ന നോഡ് വരുന്നുണ്ടല്ലോ, ആ ഭാഗത്തിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് ആ ഒരു പോട്ട് മിക്സ് നിൽക്കുന്നതിൻ്റെ മുകളിലേക്ക് 4-5 ആ നോഡുകൾ വെച്ച് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതിലും കണ്ടോ നമ്മൾ ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റി കൊടുത്തപ്പം അടിഭാഗത്തു നിന്നൊക്കെ നമുക്ക് നിറച്ച് ബ്രാഞ്ചുകൾ വന്നിട്ടുണ്ട്. കട്ട് ചെയ്ത് കൊടുത്ത ആ ഒരു സ്റ്റെമ്മിൽ കണ്ടോ ആ മദർ പ്ലാന്റിൽ ബേബി പ്ലാന്റ് വരുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ബുഷാക്കി എടുക്കാനുള്ള ഏറ്റവും നല്ലൊരു ടിപ്സാണ്. അപ്പോൾ ഒരു ചെടി അല്ലെങ്കിൽ 2 ചെടിയൊക്കെ മാത്രമായിട്ട് നിൽക്കുന്നുണ്ട്, ബേബി പ്ലാന്റ് കിട്ടുന്നില്ലെങ്കിൽ ഈ ഒരു കാര്യം ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു പ്ലാന്റിന് ആ പൂക്കൾ വരും. ആ പൂക്കളിൽ നിറച്ചും ചെറിയ ചെറിയ സീഡുകളായിരിക്കും. ഇതൊന്നും നമുക്ക് ആവശ്യമില്ലാത്തൊരു സംഭവമാണ്. അപ്പോൾ ഇത് നമ്മൾ മൂക്കാനായിട്ട് നിർത്തി കഴിഞ്ഞാൽ ഇതിൻ്റെ അടിഭാഗത്തുള്ള ഇലകളൊക്കെ പഴുത്തു പോകാനായിട്ടുള്ള സാധ്യത ഉണ്ട്. ബേബി പ്ലാന്റ് വരുന്നതൊക്കെ മെല്ലെ മെല്ലെ വരുള്ളൂ, വരുന്ന ചെറിയ പ്ലാന്റുകളായി മാറുകയും ചെയ്യും. അപ്പോൾ ആ പ്ലാന്റിൻ്റെ നല്ല ഫാസ്റ്റ് ഗ്രോത്തിന് ഇതുപോലെ പൂക്കൾ വരുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക എന്നുള്ളത്. വളരെ ചെറുതായിട്ട് ഇരിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്യുക, എന്നിട്ട് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക. ഇത് വലുതാവുന്നതിനനുസരിച്ച് നമുക്ക് ബേബി പ്ലാന്റുകൾ വരാതിരിക്കാനും അതേപോലെ തന്നെ അടിഭാഗത്തുള്ള ഇലകൾ പെട്ടെന്ന് ഉണങ്ങിപ്പോവാനും അല്ലെങ്കിൽ മഞ്ഞ കളറായി പോകാനായിട്ടുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അതുണ്ടോ, അത് നമ്മൾ കട്ട് ചെയ്ത് കൊടുത്ത് കുറച്ച് ഭാഗം അവിടെ നിന്നതാണ്, അതും പിന്നെ വലുതായി വരുന്നുണ്ട്. അപ്പോൾ അതേപോലെ ശ്രദ്ധിച്ചിട്ട് നമ്മൾ കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. രണ്ടാമത് നമ്മൾ ചെയ്ത് കൊടുക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ്, നേരത്തെ പറയാൻ വിട്ടുപോയി, നമ്മൾ ഇൻഡോർ പ്ലാന്റ് ആണ്, ഇത് പെട്ടെന്ന് അഴുകിപ്പോകുന്ന വിചാരിച്ചിട്ട് അതിൽ വെള്ളം ഒഴിക്കാനായിട്ട് വിട്ടു. അപ്പോൾ മിതമായ രീതിയിലുള്ള ഈർപ്പം എപ്പോഴും പോട്ട് മിക്സിലുണ്ടോ എന്ന് നോക്കുക. ഇതേപോലെ അടിഭാഗത്ത് പഴുക്കാറായ ഇലകളൊക്കെ ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്തൊന്ന് മാറ്റി കൊടുക്കുക. പഴുക്കാറായ ഇലകൾ മാറ്റി കൊടുത്താലാണ് കൂടുതൽ ഇത് നമുക്കൊരു പുതിയൊരു ചെടി ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഒരുപാട് തിങ്ങി നിറഞ്ഞ് ബേബി പ്ലാന്റുകൾ വന്ന ഒരു ചെടിയൊക്കെയാണ് അതിൻ്റെ നടുഭാഗത്തോ അല്ലെങ്കിൽ സൈഡ് ഭാഗങ്ങളിലോ ഉള്ള പിന്നെ ചെടി നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ കട്ട് ചെയ്തെടുക്കാം, ഇല്ലെങ്കിൽ കത്തി ഉപയോഗിച്ച് വേരൊന്നും പൊട്ടിപ്പോവാതെ നമുക്ക് ഇതേപോലത്തെ ഒരു ചെടി ഇതിന്ന് അടർത്തി അടിഭാഗത്തു നിന്ന് വേരോട് കൂടി അടർത്തി മാറ്റിയെടുക്കാം. അല്ലെങ്കിൽ നമ്മളിത് കട്ട് ചെയ്തെടുത്താൽ ആ ഭാഗത്തുനിന്ന് പിന്നെ പുതിയ പ്ലാന്റുകൾ ഇതിൽ പിന്നെയും വന്നോളും. നമുക്ക് ഇത് നട്ട് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് വേര് പിടിച്ച് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതേപോലെ കട്ടിങ്സ് എടുത്ത് നടുന്ന സമയത്ത് ഇലകളൊക്കെ ഉണ്ടാവില്ല, അടിഭാഗത്തൊക്കെ കുറച്ചധികം ഇലകളുണ്ട്, അതൊന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇതേപോലെ ഒന്ന് അതിൻ്റെ അടിഭാഗത്ത് നിന്നുള്ള ആ തണ്ടുകളൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുക. അതിന് ശേഷം നമുക്ക് മുകളിലേക്കുള്ള ഇലകളൊന്നും കൂടി കട്ട് ചെയ്ത് 1-2 ഇലകൾ മാത്രം നിർത്തുക. ആ ഇലയുടെയും തൂമ്പുഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോഴാണ് നമുക്ക് ഇതിൽ കൂടുതൽ ബേബി പ്ലാന്റുകൾ വരികയും അതേപോലെ തന്നെ പെട്ടെന്ന് വേര് പിടിച്ച് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതേപോലത്തെ കുറച്ചധികം കട്ടിങ്സ് വേണമെങ്കിൽ നമുക്ക് നട്ടു കൊടുക്കാം. നമുക്ക് ഒരുപാട് പ്ലാന്റുകളുണ്ട്, അതുകൊണ്ട് തന്നെ അതിലൊന്നും കാണിക്കുന്നില്ല, നമ്മളിതൊന്നും നടുന്നത് മാത്രമാണ് ഇവിടെ കാണിക്കുന്നുള്ളൂ കേട്ടോ. നമുക്ക് ചെടി നന്നായിട്ട് വേരൊക്കെ വന്ന് ഇതിൽ തളിര് 1-2 ഇലകളൊക്കെ വരാൻ തുടങ്ങുമ്പോൾ നമുക്ക് കുറച്ച് ചാണകവെള്ളം 1 ഗ്ലാസ് 10 ലിറ്റർ വെള്ളത്തിലൊക്കെ ഡയലൂട്ട് ചെയ്തിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്.
അപ്പോൾ നമുക്ക് വളരെയധികം ഒരു 5-10 ദിവസം അല്ലെങ്കിൽ ഒരു 15 ദിവസം മാസത്തിൽ 2 പ്രാവശ്യമൊക്കെ ആയിട്ട് നമുക്ക് ചാണകവെള്ളം ഒഴിച്ചു കൊടുക്കാം. അതോടൊപ്പം തന്നെ നല്ലൊരു വളം ഉണ്ടാക്കുന്നുണ്ട്, അത് കൂടി ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു വളം നമുക്ക് ഉണ്ടാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ളത് ഒരു സ്പൂണ് നീറ്റ് കക്ക പൗഡർ അല്ലെങ്കിൽ ചുണ്ണാമ്പ് എടുക്കുക. അതിലേക്ക് കഞ്ഞിവെള്ളം നമ്മൾ 1 ലിറ്റർ എടുക്കുക. നന്നായിട്ടൊരു അതിൽ രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 4-5 ദിവസം വയ്ക്കുന്നു. അതിനുശേഷം നമുക്കിത് എടുത്തിട്ട് കുറച്ച് മാത്രം, വേറെ ഡൈല്യൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, ഒന്നൊന്ന് പുളിച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് എടുത്ത് ഒഴിച്ചു കൊടുക്കുക. അതേപോലെ ഒരു 1/2 ഗ്ലാസ് ഒരു ചെടിക്ക് എന്നുള്ള രീതിയിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. വളരെയധികം നന്നായിട്ട് വളർന്നു വരും. അതേപോലെ തന്നെ അതിൻ്റെ വേരിൽ പിന്നെ പല പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട്, അഴുകിപ്പോകുന്ന പ്രശ്നങ്ങൾ, മറ്റ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്കൊരു പരിധിവരെ മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ തൂമ്പ് ഭാഗത്ത് കുറച്ച് തെളിച്ചു കൊടുക്കുകയാണെങ്കിൽ മീലി മുട്ടകൾ, മീലി ബഗ് അങ്ങനത്തെ ചാഴികളൊക്കെ വന്ന് പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ നല്ലൊരു വളമായിട്ടും വരും. അതേപോലെ തന്നെ ഒരു കീടനാശിനിയായിട്ട് ഇത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ തെളി അരിച്ചെടുത്ത് കലക്കാതെ നമ്മൾ അരിച്ചെടുത്ത് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇലയിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതും വളരെയധികം നല്ലതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ടിപ്സ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ചെറിയ തണ്ടാണ് നമ്മൾ നട്ടതിന് ശേഷം ബേബി പ്ലാന്റുകൾ വരാൻ തുടങ്ങിയിട്ടുണ്ട്, നന്നായിട്ട് വലുതായി വരുന്നുമുണ്ട്. അപ്പോൾ അഗ്ലോണിമസ് പ്ലാന്റുകൾ നന്നായിട്ട് വളർത്തിയെടുക്കാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നുള്ളത് കുറച്ചധികം ടിപ്സുകളൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് എഴുതി ചോദിക്കാം. അതേപോലെ തന്നെ ചാനൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഉറപ്പുവരുത്താനും കൂടി മറക്കരുത് കേട്ടോ. അപ്പോൾ നല്ല കണ്ടൻറ്റും നല്ല വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. തൽക്കാലം വിട ചോദിക്കട്ടെ. ബൈ ബൈ.